എടോ ടൂറെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ പേടിയാവാണ്. അതെന്തേ? എന്താ മെനക്കെട്ടവനും കൂടെ വരേണ്ടത്? ആര്? ക്ലീറ്റസാ? അല്ലാണ്ട് ആരാണ്? ആ നിന്റെ ഫാമിലി ടൂറല്ലേ, എന്തിനാ അവനെയും ചുമന്നുകൊണ്ട് പോണത്? അമ്മയ്ക്ക് ഒരേ നിർബന്ധം അവനെയും കൊണ്ടുപോകണമെന്ന്. ഇനി അവനെങ്ങാനും വന്ന് സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മല് മുഴുവൻ എനിക്കല്ലേ. നീയും കൂടെ വാടാ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കനക. ഉമ്മാനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എനിക്ക് വരാനൊക്കൂലെന്ന്. പിന്നെ മൂത്ത ചേട്ടൻ വന്ന് വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഏറ്റത്. ഇന്ന് രാവിലെ പുള്ളി വിളിച്ചിട്ട് പറയുകയാണ് പുള്ളിക്ക് വരാൻ പറ്റില്ല, കൊച്ചിൻ്റെ എന്തോ അഡ്മിഷൻ്റെ കാര്യമുണ്ടെന്ന്. ഞാൻ ഈ ടൂറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുടക്കിയതാണത്. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ക്ലീറ്റസിൻ്റെയും തങ്കത്തിൻ്റെയും പൈസയും കൂടെ ഞാൻ എടുക്കേണ്ടി വരും. അതെന്തിനാ അവരുടെ പൈസ നീ എടുക്കണം? അവരവരുടെ പൈസ എടുക്കും, നീ നിന്റെ പൈസ എടുത്താൽ പോരെ? അതെങ്ങനെ? ഞാനല്ലടാ ഉദ്യോഗസ്ഥൻ, എൻ്റെ കയ്യിൽ പൈസ ഉള്ളൂ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, പാവങ്ങളല്ലേ. പൈസ ഇല്ലാത്തൊരു ടൂർ പോകാൻ നിൽക്കരുത്, വീട്ടിൽ കിടക്കണം. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ഹോട്ടലിൽ കയറിയെന്ന് വിചാരിക്കും. ബില്ല് കൊണ്ടുവന്ന് തരുമ്പോൾ സെപ്പറേറ്റ് ബില്ല് വേണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, പക്ഷെ അത് കൊടുക്കാതിരിക്കാനൊരു വിദ്യയുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ല് വരുമല്ല, ബില്ലിങ്ങോട്ട് കൊണ്ടുതന്നെ കാണാൻ നേരത്തെ ഒരു ഫോൺ കോൾ ഇങ്ങോട്ട് വരണം നമുക്ക്. ഇപ്പം ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് ഇവൻ കൊടുത്ത് കഴിഞ്ഞെന്ന് അറിയാൻ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് പോക്കറ്റിൽ കയറ്റി കൊടുത്താ അതറിയാൻ പാടില്ലേ? അതോടൊന്നും നടക്കൂല. അത് ആ കള്ളരെ നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവും ബില്ലും കൈ പിടിച്ച് നിൽക്കണു. അളിയാ എന്നാ ബില്ല് കൊടുത്തോന്ന് പറയാം, അത്ര ഇരപ്പള്ളിയാണ്. എന്നാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യണ വേറൊരു വിദ്യ ഉണ്ട്. ഒരാൾ ഭക്ഷണമൊക്കെ കപ്പം കുപ്പം കഴിക്കും, എന്നിട്ട് ബില്ല് കൊടുക്കണ നേരമാകുമ്പോൾ അയ്യോ നാക്ക് കടിച്ചു എന്ന് പറഞ്ഞ് കിടന്ന് തോല വിളിക്കും. അപ്പോൾ ഇയാൾ ഈ വ്യസനം വെപ്രാളമൊക്കെ കാണുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തോളും. അത് പറ്റുമോ? അതൊന്നും പറ്റൂലടോ. എന്നാ പിന്നെ ടൂർ ഒഴിവാക്കിയാണ് നല്ലത്. എങ്ങനെ ഒഴിവാക്കുന്ന? അമ്മയും ചമ്മന്തിയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കില്ലേ? പൈസയും ചിലവാക്കാൻ പറ്റൂല, ടൂറും പോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒന്ന് നടക്കുള്ളൂ. പിന്നെ ഒരു വിദ്യ ഉണ്ട് കേട്ടാ. എന്ത് വിദ്യ? ടൂറ് പോകാൻ മുടക്കണമായിരുന്നു ഇപ്പം ആരോടും മിണ്ടണ്ട. എല്ലാവരുടെ ഒപ്പം പോകാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ഒന്ന് ബാത്റൂമിൽ പോകണം, എന്നിട്ട് അവിടെ കിടന്നൊന്ന് ഒല വിളിച്ചേക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഓടി വരുമ്പോൾ ഞാൻ വഴുതി വീണ് എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ടാൽ ഞാനും വരാപ്പാ, നിങ്ങളൊക്കെ പോയിക്കോ, കനകനെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ട് ക്ലീറ്റസിൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ പോരെ? അതിൻ്റെ എല്ല് പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ചമ്മന്തി പോവുമോ? അത് നമുക്ക് വിളിച്ച് പറയാമെന്ന്, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വേദനയില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പോരെ? ആ 2 ദിവസം നമുക്കിവിടെ വേറെ അടിച്ച് പൊളിക്കാം. ക്ലീറ്റസിനെ സഹിക്കാൻ വേണ്ടി അവൾക്ക് കാശും ചിലവാക്കി അമ്മേനെ കൊണ്ട് പോയിക്കോ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? പിന്നെ അങ്ങനെ ചെയ്യണ്ടേ? നീ അവനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ്. അല്ല ഞാൻ എന്തിനാണ് അവനെ കണ്ടിട്ട് ടൂർ പോകേണ്ട കാര്യം? എനിക്കെന്ത് ഇവിടുത്തെ കയ്യിൽ നിന്ന് പൈസ എല്ലാം ചിലവാക്കി പണിയെടുത്തിട്ട് ടൂറ് ഭാര്യനെ മക്കളെ അമ്മായിയമ്മനെ ആരെങ്കിലും കൊണ്ടുപോട്ടെ എന്ന്. നീ പണിയെടുക്കണ ആവശ്യം എന്തിനാ അവനെ ടൂർ കൊണ്ടുപോകണം? വൃത്തി കെട്ടവനൊക്കെ. ഏട്ടാ നമ്മളെ ഊട്ടിയിൽ പോയിട്ട് എവിടെയാ താമസിക്കുക? താമസ സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. പിന്നെന്താ? ആണോ? അവിടെ എന്തൊക്കെയാ കാണാനുള്ളത്? അവിടെ കാണാനുള്ള മുഴുവൻ നിന്നെ കൊണ്ടുപോയി കാണിക്കും, എന്നിട്ട് തിരിച്ചു വരും. പോരെ? ഇതെന്താ ഒരു താല്പര്യം ഇല്ലാതെ ഉത്തരം പറയുന്നത്? അല്ല പിന്നെ ഞാൻ മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് ചോദിക്കുന്നതല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് ഒരു താല്പര്യമില്ല ഇപ്പം. എന്താ? എന്താ എല്ലാവരും കൂടെ വലിച്ചു കെട്ടി കൊണ്ടുപോകണ്ടേ? കയ്യിൽ നിന്നുള്ള പൈസ മുഴുവൻ ചിലവാകും. ഏട്ടാ അതൊന്നും പേടിക്കണ്ട. നോക്കിയേ, ഞാൻ അവിടെ വന്നുണ്ടോന്ന് ചോദിക്കാൻ ചെന്നില്ലേ, അപ്പൊ ക്ലീറ്റോ ചേട്ടൻ പറയുന്ന കേട്ട് ഏതാണ്ട് ചിട്ടി പൈസ 10,000 നാത്തൂന്റെ കയ്യിലുണ്ട് ഉണ്ടെന്നേ. പക്ഷെ അതൊന്നും ഇറക്കൂല, കയ്യിൽ മുറുക്കി പിടിച്ചോണ്ടിരിക്കും. ആ സാറില്ല ഏട്ടാ, വയസ്സായ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തു കൂട്ടിയാൽ മതി. നിനക്കൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അല്ല ഈ പൈസക്കേ വഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏട്ടാ, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഊട്ടിയിലേക്ക് പോണ വഴിയേ ആന വരുമെന്ന്. ആണോ? ആന മാത്രല്ല, ആനയും കടുവയും ചിമ്പാൻസും ഒക്കെ കാണും. ശരിക്കും? അപ്പൊ അതുങ്ങൾ നമ്മളെ ഉപദ്രവിക്കൂലേ? നമ്മൾ അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ അവരെ ഉപദ്രവിക്കുള്ളൂ, നിങ്ങൾ ഉപദ്രവിക്കില്ല. ആണോ? അല്ലെങ്കിൽ ഈ രാത്രി ആവുമ്പോഴല്ലേ അവര് പുറത്തിറങ്ങുന്നേ? രാത്രി ആവുമ്പോഴല്ല, രാത്രിയും പകലും കൂടെ ചേരുന്നൊരു സമയല്ലേ, ആ സമയത്താ. സന്ധ്യ ആവുമ്പോ. എന്നിട്ട് ഇവിടെ കൂടാണേ. നമുക്ക് ടൂർ പോണ്ടേ? പിന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോണ വഴിയില്ലേ, ആ വഴിയില് ആനയും കടുവയും ചിമ്പാൻസി ഒക്കെ ഉണ്ടാവും. എന്റെ ഉമ്മ അപ്പൊ അപകടമല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്താ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യില്ലടി. അവരെന്തിനാ വന്നേന്നറിയാമോ? പകല് കഴിഞ്ഞോന്നറിയാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി നോക്കുന്ന, എന്നാലല്ലേ അവർക്ക് കൂടണയാൻ പറ്റുള്ളൂ.
മമ്മിയുടെ ആരെയും മണ്ടത്തരം പറഞ്ഞു തന്നെ. മാമൻ അയ്യോ മാമ അത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ, അതും വിശ്വസിച്ചോ മമ്മി? അതെനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. അയ്യോ നീ മതിയാക്കിയാടാ. ഇവിടെ തന്നെ മതി മതി അമ്മ കഴിച്ചോ. അമ്മ ഇരിക്കും. നീ കഴിച്ചാ? ഇല്ല കഴിക്കാം. മോള് നിനക്ക് തരട്ടെ? വേണ്ട മമ്മി, വിശപ്പില്ല, ഞാൻ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നോ. അമ്മ അതില് മതിയാ? ആ ഇത് പിന്നെ തക്കളി ടൂറ് പോവാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ നീ എടുത്ത് വച്ചേക്കണം നേരത്തെ തന്നെ. ആ അതൊക്കെ എടുത്ത് വെച്ചു. നിന്റെ അമ്മ എല്ലാം എടുത്ത് വെച്ചാ? അമ്മേ അമ്മ വരുമെന്ന് തോന്നുന്നില്ല അമ്മ. അതെന്ത്? അമ്മ പറയണ അമ്മേരെ കാശില്ല അതുകൊണ്ട് വരും. അല്ലെങ്കിൽ അവളെ എന്നാ കാശ് കാണുന്നത്? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്ന് എവളോട് ഇങ്ങനെ ഇറങ്ങിയാൽ കാണിച്ചോണ്ടിരിക്കും. വലിയ കഷ്ടം തന്നെ. നിന്റെ ഡാഡി പറയുന്നത് ഞാൻ കേട്ടല്ലോ, ഏതാണ്ട് ചിട്ടി പൈസ 10,000 ഉണ്ടെന്ന്. അതുണ്ട്, പക്ഷെ അമ്മ അടുത്ത് ചെലവാക്കണ്ടേ? അമ്മയ്ക്ക് അത് എന്റെ സ്കൂളൊക്കെ തുറക്കുമ്പോ യൂണിഫോം അത് പോയിട്ട് വന്നിട്ട് പോരെ? പറയാൻ കേൾക്കണ്ടേ? അമ്മ ചുമ്മാതെ അമ്മ, ഇപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞ അമ്മ കൊടുക്കുമല്ലോ, അതിനുള്ള ഐഡിയ. പിന്നെ എനിക്കിവിടെ നോട്ടെടുപ്പല്ലേ ജോലി ചോദിക്കുമ്പോ കൊടുക്കാനായിട്ട്. ആ വരുന്നെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ വരണ്ട. ആ അമ്മ എനിക്ക് ഊട്ടിക്ക് പോകുമ്പോ എന്ത് വാങ്ങിച്ചു തരും? നിനക്ക് നിനക്ക് ഞാനൊരു വലിയ ആനയെ വാങ്ങിച്ചു തരാം. എന്താ? ഈ പൈസയൊക്കെ ഒത്തു വരട്ടപ്പ വാങ്ങിക്കാം. പിന്നെ ഊട്ടിക്ക് പോണ വരിക്ക് ഇഷ്ടംപോലെ ആനകളാണ്, അതിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാ മതിയാ. എന്തെന്നോ അമ്മയ്ക്ക് പൈസ ലാഭമാവൂല്ലോ. അമ്മയും കണക്കേനെ മോനും കണക്കേന്നെ. വലുതായി പോയില്ലേ? അല്ല നേരത്തെ പറ്റിച്ചില്ലേ, അതുകൊണ്ട് എടി അവിടെ ഭയങ്കര തണുപ്പാ. സ്വെറ്റർ ഉണ്ടോ? സ്വെറ്റർ ഇല്ല. തണുപ്പടിച്ചാ ഉടനെ നിനക്ക് ജലദോഷം വരുന്നതാണ്. ഒരു കാര്യം ചെയ്യ്, ഏട്ടനോട് ഒരെണ്ണം വാങ്ങിക്കാൻ പറയാം. എടി ഒരു കഷ്ണം ചപ്പാത്തി നീ കഴിച്ചു നോക്ക്. സ്പെഷ്യൽ കറിയാന്ന്. എങ്ങനെയുണ്ട് പറയണേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ നിന്റെ അമ്മൂമ്മ ഉണ്ടാക്കിയതല്ല, മാമി ഉണ്ടാക്കിയതാ. അമ്മേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പൗഡർ ഒന്നും ഇടണ്ട, മാറ്. ഒന്ന് പോടി അങ്ങോട്ട്. അവളൊരു സൗന്ദര്യറാണി വന്നിരിക്കുന്നു. മാറ. കഴിഞ്ഞോ? കഴിയും. മതി. അയ്യേ ഈ പാന്റാണ് ഇട്ടത്. ഇത് മതി, ഏതായാലും നിന്നെ വിടാൻ പോണല്ലേ. അല്ല ഇത് മതി. ഏട്ടാ ഞാൻ ആ കറുത്ത പാന്റ് അവിടെ അയൺ ചെയ്ത് വെച്ചതാ. ഇത് മതി. ഇത് പോരാ. വാ ചെല്ലു, മാറോ. പാന്റ് മാറ്റണല്ലോ, അത് മതി. ഉറപ്പിച്ചാ? എന്നൊരു കാര്യം ചെയ്യ്, ആ ബാഗ് അടയുന്നില്ലോ, ഒന്ന് അടച്ചു വെക്കേ. ചെറിയ ബാഗ്. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ ട്രാൻസ്ഫർ ഞാൻ വന്നിട്ട് ശരിയാക്കി തരാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ഫാമിലി ടൂർ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. ശരി എന്നാ ഞാൻ വരട്ടെ. ബോസിനൊരു ടൂർ കിട്ടിയതാ. നീ എന്തിനാ ഇതൊക്കെ എടുത്തോണ്ട് നടക്കണം? അമ്മ എവിടെ? ഇതുവരെ റെഡി ആയില്ലേ? തങ്കം ഒന്ന് പെട്ടെന്ന് പാടി. ഓവറായിട്ട് തോന്നോ? ഇനി ഒത്തിരി ആവാം. നന്നായിട്ടൊന്ന് ചേരുന്നുണ്ട് കേട്ടോ. എനിക്ക് നടക്കാനൊരു പ്രയാസമുണ്ട് തെറ്റിട്ട്. അത് ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഇങ്ങനെ ഒന്നായേ. ഇച്ചിരി ലൂസാ. കഴിഞ്ഞ് താഴോട്ടൊന്നും പോകത്തില്ലല്ലോ. വേണം എന്റെ ബെൽറ്റ് എടുത്ത് കെട്ടിക്കോ. വേണ്ട. കൂളിംഗ് ഗ്ലാസ് വന്ന് വെച്ചേടി. വെച്ചാ കണ്ണെഴുതിയത് കാണൂല. അത് കുഴപ്പമില്ല, അത് ഇടക്കിടക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചാ മതി. നീ ഒന്നിപ്പോ വെച്ചേ. ഇത് വെട്ടിട്ടതാണ്. ഞാനത് ശ്രദ്ധിച്ച്. വെച്ചേ ഒന്ന് തിരിച്ചടി. കാവ്യ മാധവൻ. സത്യം. നീ എന്നും ഇതുപോലെ കുളിച്ച് ഒരുങ്ങി വൃത്തിയായി നിന്നാ എനിക്ക് കാവ്യമാധവനെ കാണുമ്പോൾ കാണാമല്ലോ. അവള് ഞെട്ടോ? അവള് ഞെട്ടല്ല, അവള് തകരും ഇതോടെ. വേഗം ചെല്ലാം. അല്ല തങ്കം, പൈസ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കാര്യത്തിൽ
കണ്ണട വെച്ചാ നമുക്കൊരു സെൽഫി എടുക്കാം. നമുക്കിതിലെ ഫേസ്ബുക്കിൽ നമ്മുടെ പാർട്ടി ഗ്രൂപ്പിലൊക്കെ ഇടാം. എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ. എല്ലാരും കാണിച്ചു കൊടുക്കണേ. കമന്റ് വരും, നോക്കാം, ലൈക്കും. Alien versus Alien.